പാപത്തിനായവൻ, ബലിയാകേണ്ടവൻ, യാഗമാകേണ്ടവൻ, മാനവകുലത്തിന് മുഴുവൻ യാഗമാകേണ്ട അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് പൗലോസ് അപ്പോസ്തലൻ വിളിച്ച പെസഹാ കുഞ്ഞാടെന്ന് വിശേഷിപ്പിച്ച ക്രിസ്തു ഭൂമിയിൽ വന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആ യോർദാൻ നദിയിൽ ആ ചിത്രം കാണാൻ കഴിയണം. ഒന്ന്, ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ അധ്യായമായ സ്നാപക യോഹന്നാൻ. രണ്ടാമത്, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തു. മൂന്ന്, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായെന്നല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വെള്ളത്തിൽ നിങ്ങൾക്ക് പിതാവിനെ കാണാം, പുത്രനെ കാണാം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ എന്നെ? ഈ വെള്ളത്തിൽ നിങ്ങൾക്ക് പുത്രനെ കാണാം. പുത്രന്റെ മേളിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രാവെന്ന രൂപത്തിൽ വന്നിറങ്ങിയിരിക്കുന്നത് കാണാം. എല്ലാരും പറഞ്ഞ, യോർദാൻ നദിയിൽ ഞാൻ പുത്രനെ കാണുന്നു. യോർദാൻ നദിയിൽ ഞാൻ പുത്രന്റെ മേൽ വന്ന പരിശുദ്ധാത്മാവിനെ കാണുന്നു. യോർദാൻ നദിയിൽ ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ കണ്ണിയായ സ്നാപക യോഹന്നാനെ കാണുന്നു. യോർദാൻ നദിയുടെ മുകളിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന പിതാവായ ദൈവത്തെ കാണുന്നു. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ കണ്ണിയും ഇവരെല്ലാം ഒന്നിച്ച് സമ്മേളിച്ച ഇടമാണ് യേശുവിന്റെ സ്നാനം. അവിടെ അതിനെക്കുറിച്ച് യേശു കർത്താവ് പറയുകയാണ്, ഈ യോഹന്നാൻ നിങ്ങളെ ജലത്തിൽ മാത്രമാണ് സ്നാനം കഴിപ്പിച്ചത്, എന്നാൽ നിങ്ങളുടെ മേളിൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനം നടക്കാൻ പോവുകയാണ്. പറഞ്ഞേ, പരിശുദ്ധാത്മാവിന്റെ സ്നാനം. ഉറക്കെ പറയണം, പരിശുദ്ധാത്മാവിന്റെ സ്നാനം. പരിശുദ്ധാത്മാവിന്റെ സ്നാനം. ഇത് ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 49 വാക്യത്തിലും പറയുന്നുണ്ട്, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവീൻ. പറഞ്ഞേ, ശക്തി ധരിക്കുക. ശക്തി ധരിക്കുക. എന്നാൽ സമയപരിമിതി കൊണ്ട് പെട്ടെന്ന് പറയട്ടെ, എന്താണ് ഈ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, യേശു കർത്താവിന്റെ മേളിൽ പരിശുദ്ധാത്മ പ്രാവെന്ന രൂപത്തിൽ വന്നു. ക്രിസ്തുപാസ എനിക്ക് 1-2 വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചു വിട്ടാൽ മതി, സമയമില്ലാത്തതുകൊണ്ട്. ലൂക്കോസ് സുവിശേഷം 4 അധ്യായം 1 വാക്യം. ലൂക്കോസ് 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. എല്ലാവരും പറഞ്ഞ്, പരിശുദ്ധാത്മ നിറവ്. പരിശുദ്ധാത്മ നിറവ്. കണ്ടല്ലോ അല്ലേ? കണ്ടോ? പരിശുദ്ധാത്മ നിറവെന്ന വാക്ക് കണ്ടോ? ഇനി ലൂക്കോസ് 4:14 വാക്യം നോക്കിയേ. യേശു ആത്മാവിന്റെ ശക്തിയോടെ. അടിവരയിടണം, യേശു ആത്മാവിന്റെ ശക്തിയോടെ. ആദ്യം സംഭവിച്ചത് എന്താ? പരിശുദ്ധാത്മ നിറവ്. രണ്ടാമത് എന്തുണ്ടായി? ആത്മാവിന്റെ ശക്തി. ലൂക്കോസ് 4:14 വാക്യത്തിന്റെ അവസാനം, അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടകം പരന്നു. ചേർന്ന് രാമീൻ പറഞ്ഞേ. യേശു കർത്താവ് ദേവാലയത്തിൽ ചെന്നിട്ട് ലൂക്കോസ് 4:18-19 പറയുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേളിലുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് പറയാൻ കഴിയും? അവന്റെ ആത്മാവ് എന്റെ മേളിലുണ്ട്, അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോ വിവിധ പരിശുദ്ധാത്മ പ്രവൃത്തികളെ കുറിച്ചും അതിന്റെ അളവുകളെ കുറിച്ചും യേശുവിനോടുള്ള ബന്ധത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റി. യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാ വന്നു, യേശു ആത്മാവിന്റെ നിറവിലേക്ക് പോയി, യേശു ആത്മാവിന്റെ ശക്തിയിലേക്ക് പോയി, പിന്നത്തേതിൽ യേശു കർത്താവ് ആത്മാവിന്റെ അഭിഷേകത്തിലേക്ക് പോയി. ഡിഫറെന്റ് ലെവൽസ്. ഹല്ലേലൂയ. എന്നാൽ എന്താണ് പരിശുദ്ധാത്മ സ്നാനം? ദ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. അതിന്റെ പ്രത്യേകത എന്താ? പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ എന്താ? ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് വിശ്വാസ സ്നാനമൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചിട്ടുള്ള ആളാണ്. ഇത് രണ്ടും രണ്ടാണ്. പരിശുദ്ധാത്മ സ്നാനവും വെള്ളത്തിൽ ഇറങ്ങിയുള്ള വിശ്വാസ സ്നാനവും രണ്ടാണ്. ഇത് രണ്ടും വ്യത്യസ്തമാണ്. ചേർന്ന് രാമീൻ പറഞ്ഞേ. ഈ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞുതരാം, കുറച്ച് സമയമേ ഉള്ളൂ. ആദ്യമായി നമുക്കുണ്ടാകുന്ന ആത്മാവിന്റെ അനുഭവമാണ്
പരിശുദ്ധാത്മ സ്നാനം. ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയത്തില്ലേ, അതാ പറഞ്ഞ് നിങ്ങൾ നഗരം വിട്ടു പോകല്, നിങ്ങൾക്ക് എന്തുണ്ടാകാൻ പോവാ? പരിശുദ്ധാത്മ സ്നാനം എന്ന് വെച്ചാൽ ആദ്യമായി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരാൻ പോവാ. കേൾക്കുന്നോ നിങ്ങൾ? നമുക്കുണ്ടാകുന്ന ഫസ്റ്റിലെ ഉണ്ടാകുന്ന ആത്മാവിന്റെ അനുഭവമാണ് പരിശുദ്ധാത്മ സ്നാനം. ഇത് ഈ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ഒത്തിരി പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആദ്യമായിട്ട് ദൈവശക്തി പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേൽ വന്നത് ഇപ്പോഴും ഓർമ്മയുള്ളവരെന്ന് കൈപൊക്കി. കണ്ടോ, എനിക്കറിയാം ഓർമ്മയാണോ. എന്റെ ഈ ചുരുങ്ങിയ ശുശ്രൂഷ കാലയളവിൽ 26 വർഷത്തോളമായിട്ടുള്ള ഈ ഷോർട്ട് പീരീഡിൽ ഒരുപാട് അഭിഷിക്തന്മാർ വ്യക്തിപരമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നോടും നമ്മുടെ സഭയോടുമുള്ള ദൈവിക ആലോചന അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. റെയ്നാഡ് ബോങ്കെ തൊട്ട് പാസ്റ്റർ ബെന്നിഹിൻ തൊട്ട് പാസ്റ്റർ ക്രിസ് തൊട്ട് ഒരുപാട് ആളുകൾ, ഒത്തിരി പ്രവാചകന്മാർ, ഒത്തിരി അഭിഷിക്തന്മാർ, ഇന്ത്യയിലുള്ളവരും ഇന്ത്യക്ക് പുറത്തുള്ളവരും, അങ്ങനെ ഒത്തിരി പേര്. അപ്പൊ ഇവരൊക്കെ പ്രാർത്ഥിച്ച സമയത്ത്, ഇവരെല്ലാരും പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 2000-ൽ 1999 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. 2000-ൽ എന്റെ വീട്ടിൽ ഒരു ഈവനിങ് ടൈമിൽ നടന്നൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ഇന്ന് ഞങ്ങളുടെ പ്രിയ സഹോദരൻ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്, ഷാജി ബ്രദർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മിൽമയിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യനാണ്. ഇന്ന് മീറ്റിങ്ങിനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ തിരുവനന്തപുരക്കാരനാണ്. അദ്ദേഹം അന്ന് അടൂരിനടുത്തുള്ള സ്ഥലത്ത്, അടൂര് അവിടെ ഒരു ബൈബിൾ കോളേജ് ഉണ്ട്, ആ ഒരു സ്ഥലത്ത് താമസിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഈവനിങ്ങിൽ പ്രേയറിന് വരുമായിരുന്നു. കോളേജ് പിള്ളേരുടെ സ്റ്റുഡൻസിന്റെ പ്രാർത്ഥന നടക്കുന്ന സമയം ഞങ്ങളൊന്നൊരു 8-10 ചെറുപ്പക്കാർ ഒന്നിച്ച് വട്ടം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആ ദിവസങ്ങളിൽ ഫാസ്റ്റിങ്ങിലാണ്. എന്റെ ആഗ്രഹം, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, എനിക്ക് പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കണം, പരിശുദ്ധാത്മ സ്പർശനം ഉണ്ടാകണം. ഫാസ്റ്റിംഗ് ഇരിക്കുകയാണ്. അന്ന് വൈകുന്നേരം ഈ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് അതിശക്തമേറിയ നിലയിൽ ഒരു ദൈവശക്തി എന്റെ മേളിൽ വന്നു. ആ മീറ്റിംഗിൽ പങ്കെടുത്ത ചെറുപ്പക്കാർക്കും എന്റെ ഭവനത്തിലുള്ളവർക്കും അറിയാം, ഞാൻ ആ കോർണറിലാണ് ഇരുന്നതെങ്കിൽ ഞാൻ പോലും അറിഞ്ഞില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് കണ്ണു തുറന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. നദി എന്നെ ഒഴുക്കിക്കൊണ്ട് പോയെന്നൊക്കെ പറയത്തില്ലേ, ആ നദി എന്നെ നിയന്ത്രിച്ചു, ആ നദി എന്നെ ഒഴുക്കിക്കൊണ്ട് പോയി എന്ന് പറയില്ലേ. ഒരു ആത്മനദിയിലേക്ക് കർത്താവിനെ ഇറക്കി. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നത്, ഇത് മറ്റൊരു കാര്യം പറയാനാണ് ഞാനത് പറഞ്ഞത്. അന്നുണ്ടായ ആ സാന്നിധ്യവും ശക്തിയും നിറവും എന്നെ സംബന്ധിച്ച് എനിക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചതാണ്. അതിനേക്കാളും വലിയ പവറിൽ ദൈവം എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതിനേക്കാളും വലിയ ദൈവശക്തി പിന്നത്തേതിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും റെയ്നാഡ് ബോങ്കയൊക്കെ ഇമ്പാർട്ടേഷൻ നൽകി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് 2 ദിവസം ഞാൻ എന്റെ സഹോദരങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം ഭക്ഷണം പോലും കഴിക്കണമെന്ന് തോന്നാതെ, മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ ഇരുന്ന് പ്രാർത്ഥിച്ച അനുഭവങ്ങളുണ്ട്. അത്ര ഹെവി ആയിരുന്നത്. എന്നാൽ എനിക്കാദ്യം ഉണ്ടായ അനുഭവം ഇല്ലേ, ആ 2000-ൽ ആദ്യം എന്റെ വീട്ടിൽ വെച്ചുണ്ടായ അനുഭവം, അത് ഞാൻ മറക്കില്ല. അത് പരിശുദ്ധാത്മ സ്നാനമായിരുന്നു. 2-3 കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എന്റെ വിവാഹ ദിവസം കർത്താവിന്റെ അഭിഷിക്തൻ പാസ്റ്റർ എം.എ. വർഗീസ് ഞങ്ങളെ കൈപിടിപ്പിച്ചു തന്ന, ആയിരക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെട്ട ആ വിശുദ്ധ വിവാഹം ഞാൻ മറക്കില്ല, ആ മൂമെന്റ്. 2, ദി ബെന്തിക്കോസ് മിഷൻ എന്ന് പറയുന്ന കൊട്ടാരക്കരയിലുള്ള വലിയൊരു കൂട്ടായ്മയിൽ ഒരു മാസയോഗത്തിൽ ആയിരക്കണക്കിന് വിശുദ്ധന്മാരുടെ ദൈവമക്കളുടെ നടുവിൽ ഒരാൾ, അന്ന് സ്നാനപ്പെടാൻ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു, ഒറ്റ ഒരാള്, ഞാൻ മാത്രം ഇറങ്ങി ഒരു അഭിഷിക്തന്റെ കയ്യിലൂടെ, അവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു അപ്പോസ്തലന്റെ കരത്തിലൂടെ ദൈവം എനിക്ക് നൽകിയ ആ സ്നാന ശുശ്രൂഷ ഞാൻ മറക്കില്ല. അപ്പൊ ഞാൻ സ്നാനപ്പെട്ട മൂവ്മെന്റ് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ സ്നാനപ്പെട്ട മൂവ്മെന്റ് ഓർമ്മയുള്ളവരെന്ന് കൈപൊക്കിയേ. കണ്ടോ, കല്യാണ ദിവസം ഓർമ്മയുള്ളവരെന്ന് കൈ ഉയർത്തിയേ. കല്യാണ ദിവസം, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായിരുന്നു. ഓർമ്മയില്ലേ? ഓർമ്മ വേണം. പ്രൈസ് ദി ലോർഡ്. നീ ഓർക്കണ്ട, പിന്നെ ഓർത്താ മതി.
ചേർന്ന് രാമ്യം പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ആ ദിവസം നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേളിൽ ആദ്യമായി വന്ന ആ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അത് അനുഭവിച്ചവരൊന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ആ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഞാനതിന് ഒരു വാക്യം ഒന്ന് തെളിയിക്കാൻ, അതിനൊരു തെളിവിനായി വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം 15-16 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 11, 15, 16. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് മനസ്സിലാകത്തില്ല. പത്രോസ് അപ്പോസ്തലൻ വാ തുറന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ആദിയിൽ എന്ന് വെച്ചാൽ ഈ പെന്തിക്കോസ്ത് ദിനത്തിൽ അപ്പോസ്തലന്മാരുടെ മേൽ വന്നതുപോലെ അവരുടെ, മോനെ ശ്രദ്ധിക്കണം, അവരുടെ മേലും വന്നു. ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പം, ഇത് നടന്നു കഴിഞ്ഞപ്പം അടുത്ത വാക്യത്തിൽ പത്രോസ് എന്നാ പറഞ്ഞേ? അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. പിടികിട്ടിയോ? മനസ്സിലായില്ല? തിരുവനന്തപുരംകാരെ മനസ്സിലാക്കാൻ ഇച്ചിരി വേണം, കുറച്ചുകൂടെ കാര്യമായിട്ട് പറയണം. ആദ്യമായി ഒരു കൂട്ടത്തിന്റെ മുകളിലേക്ക് പരിശുദ്ധാത്മാ വരികയാണ്. ആരാ ശുശ്രൂഷിക്കുന്നേ? ആളുടെ പേര് പറ. ഞാനിനി നിങ്ങളുടെ രീതിയിൽ സംസാരിക്കണോ? പറഞ്ഞേ. പത്രോസ് സംസാരിക്കുകയാണ്, പത്രോസ് പ്രസംഗിക്കുകയാണ്. പത്രോസ് പ്രസംഗിച്ചപ്പോ അതുവരെ ആ കൂട്ടത്തിന്റെ മേളിൽ എന്ത് വന്നിട്ടില്ല? ആ പുറകിലിരിക്കുന്ന ബ്രദർ പറഞ്ഞ ആര് വന്നിട്ടില്ല? പരിശുദ്ധാത്മാ വന്നിട്ടില്ല. എന്നാൽ പൊടുന്നനവേ ആ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവർ എല്ലാം മേളിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു. ഉടനെ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് അന്നേരം ഓർത്തെന്ന്. അപ്പൊ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ എന്നാ? ആദ്യമായി ആത്മാവിൽ ഉണ്ടാകുന്ന അനുഭവം. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ആദ്യമായി ആത്മാവിൽ ഉണ്ടാകുന്ന അനുഭവം. ഒന്ന് രണ്ട് ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഓക്കെ. ഈ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യം, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമക്കുവാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ചേർന്ന് ആമേൻ പറഞ്ഞേ. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഇന്ന് ഈ കൂട്ടത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളുടെ മേളിലും ഇങ്ങനെ വെള്ളത്തിൽ നിമജ്ഞനം ചെയ്യുന്നത് പോലെ ആത്മാവിന്റെ നദിയിലൊന്ന് ഇറങ്ങുന്ന ഒരു അനുഭവം ആഗ്രഹിക്കുന്ന ഒരു അതിരിവുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു വലിയ ആത്മ പകർച്ച ഇന്ന് ഇതിൽ സംഭവിക്കാൻ പോവുകയാണ്. കാരണം ഞാൻ പറയാം, ഈ ശമരിയ പട്ടണത്തിൽ ക്രിസ്തുപാസ് ഇത് പ്രത്യേകം നമ്മുടെ പാസ്റ്റർമാരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരുടെ മേളിലും യഥാർത്ഥമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വലിയ ആത്മപകർച്ച നടക്കണം. ചേർന്ന് ആമേൻ പറഞ്ഞേ. മോശയുടെ മേളിൽ കിടന്ന ആത്മാവിനെ എടുത്ത് ആ 70 പേരുടെ മേളിലേക്ക് പകർന്നു കൊടുത്തപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവരും പ്രവചിച്ചു. കാരണം മോശ ആരായിരുന്നു? മോശ പ്രവാചകനായിരുന്നു. ആ സ്പിരിറ്റിന്റെ ഇമ്പാർട്ടേഷൻ ഉണ്ടായി. ചേർന്ന് ആമേൻ പറയാം. ശമരിയ പട്ടണത്തില് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായം 14, 15, 16 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയയിൽ ദൈവവചനം കൈക്കൊണ്ട് എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവർ അടുക്കൽ അയച്ചു. അവര് ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കേൾക്കുന്നോ? ഇന്ന് അങ്ങനെ ഒരു പ്രാർത്ഥന ഇവിടെ ഉണ്ടാവും. സന്തോഷമില്ലല്ലോ, എന്നാ പിന്നെ പ്രാർത്ഥിക്കണ്ട. അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചു. ഇത് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്നതല്ല. ഞാൻ ഒരു രാജ്യത്ത് പോയ സമയത്ത് ഞാൻ ചോദിച്ചു, ആ ദൈവദാസനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്റെ അടുത്ത് ചോദിച്ചു, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്നോട് ചോദിച്ചു, എന്തിനാണ് അദ്ദേഹത്തെ കാണുന്നതിന്റെ ആവശ്യം പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അദ്ദേഹം വലിയൊരു അഭിഷിക്തനാണല്ലോ,
ആ അഭിഷേകത്തിന്റെ ഒരു പകർച്ച എനിക്കും ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാനാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഇത്ര $1 കയ്യിലെടുത്തോളാൻ പറഞ്ഞു. ഇത്ര $1 പുള്ളിക്ക് കൊടുക്കാൻ ഇത്ര $1 കയ്യിലെടുത്തോളാൻ പറഞ്ഞു. ഞാനപ്പം ഒന്നും പറഞ്ഞില്ല, ഞാൻ അങ്ങനെ പറയുന്ന ആളല്ല. പക്ഷെ ഞാൻ എന്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഇത് $1 കൊടുത്ത് മേടിക്കുന്നതല്ല, ഇത് $1 കൊടുത്ത് മേടിക്കുന്ന അല്ലിത്. ഒരിക്കലും ഒരുത്തൻ $1 പോയതാ, പിന്നെ അവനെ കണ്ടിട്ടുമില്ല. ഏതാ? പരിശുദ്ധാത്മാവിനെ മേടിക്കാനായിട്ട് പത്രോസിന്റെ അടുക്കൽ ദ്രവ്യവുമായിട്ട് കടന്നുപോയതാണ്. പിന്നെ അവൻ രംഗത്തില്ലായിരുന്നു. ചേർന്നൊരു ആമീൻ പറഞ്ഞേ. നീയും നിന്റെ ധനവും നിന്റെ കൂടെ നശിച്ചു പോകട്ടെ എന്ന് പത്രോസ് പറഞ്ഞു. പത്രോസ് പറഞ്ഞായോണ്ട് രക്ഷപ്പെട്ടു, വന്ന് ലൈവില്ലായിരുന്നു. നീയും നിന്റെ ധനവും നിന്റെ കൂടെ നശിച്ചു പോകട്ടെ എന്ന് പത്രോസ് പറഞ്ഞു. നീ ദൈവത്തിന്റെ ദാനം പണത്തിന് മേടിക്കാൻ വന്നിരിക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ഇത് പൈസ കൊടുത്ത് മേടിക്കുന്നതല്ല. എന്നാൽ ബൈബിൾ നമുക്ക് തരുന്ന ഒരു അനുവാദമുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണം. 2, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരാൻ നമ്മൾ ആഗ്രഹിക്കണം. 2, അഭിഷിക്തന്മാർ, ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്ന, ദൈവത്താൽ നിയോഗിതരായിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ചാൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, പരിശുദ്ധാത്മാവ് ലഭിക്കാൻ പ്രാർത്ഥിച്ചാൽ, പരിശുദ്ധാത്മാവിനെ ദാനമായി കൊടുക്കുന്ന ദൈവം അവരുടെ മേലുള്ളത് പകരും. നോക്കിയേ, ഇനി ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്നുള്ളത് നമുക്ക് പിന്നെ കിട്ടൂല. അവർ ചെന്നു, അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. അവർ അപ്പോസ്തലന്മാർ, ദൈവത്തിന്റെ ദാസന്മാർ അവരുടെ മേൽ കൈവച്ചപ്പോൾ